ഹായ് ഡിയർ ഫ്രണ്ട്സ്, നിർവാസ് ക്ലാസ്മേറ്റ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് +1 ഫിസിക്സിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻ്റ് ആണ്. സോ അതിൻ്റെ നെക്സ്റ്റ് ടോപ്പിക്കായ എറേഴ്സ് ഇന്ന് നമുക്ക് നോക്കാം. സോ എറേഴ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട രണ്ട് ടേംസ് ആണ്. എന്താണ് ആക്യുറസി, എന്താണ് പ്രിസിഷൻ. ഓക്കെ, സോ ആക്യുറസി എന്താണ്? ആക്യുറസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് how much the measured value is close to the true value. ഇപ്പോൾ നമുക്കൊരു എന്തെങ്കിലും ഒരു സാധനത്തിൻ്റെ വെയിറ്റ് നോക്കണം. അപ്പം നമുക്ക് മെഷർ ചെയ്ത് കിട്ടുന്ന വെയിറ്റും അതിൻ്റെ ഒറിജിനൽ വെയിറ്റും തമ്മിലുള്ള ആ എത്രത്തോളം ഒറിജിനൽ വെയിറ്റുമായിട്ട് നമ്മുടെ മെഷേർഡ് വെയിറ്റ് ക്ലോസ് ആണ്, എത്രത്തോളം ഈക്വലായിട്ട് വരുന്നുണ്ട്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? ആക്യുറസി എന്ന് പറയുന്നത്. എങ്ങനെ പറയാം? ഇറ്റ് ഈസ് ദ മെഷർ ഓഫ് ഹൗ മച്ച് ദ measured value is close to the true value. ഓക്കെ, ഇനി എന്താണ് പ്രിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ഏത് ലിമിറ്റ് അല്ലെങ്കിൽ ഏത് റെസൊല്യൂഷൻ വെച്ചിട്ടാണ് നമ്മളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യുന്നത്. ഇതാണ് എന്ത്? പ്രിസിഷൻ. ഓക്കെ, ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു റോഡുണ്ട്. ഓക്കെ, ഈ റോഡിൻ്റെ ഒറിജിനൽ ലെങ്ത് എന്ന് പറയുന്നത് 3.81 സെൻറ്റിമീറ്റർ ആണ് സപ്പോസ്. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ രണ്ട് സ്കെയിലുണ്ട്. ഓക്കെ, ഒരു സ്കെയിലിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 0.01 സെൻറ്റിമീറ്ററും ഒരു സ്കെയിലിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് 0.1 സെൻറ്റിമീറ്ററുമാണ്. ഓക്കെ, ഒരു സ്കെയിലിൻ്റെ റെസൊല്യൂഷൻ ഡിവിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 0.01 സെൻറ്റിമീറ്ററാണ്. ഒരെണ്ണം എന്ന് പറയുന്നത് 0.1 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ 0.01 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഈ റോഡിനെ മെഷർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയത് ഏകദേശം 3.67 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു? 0.1 സെൻറ്റിമീറ്ററുള്ള റെസൊല്യൂഷനുള്ള അല്ലെങ്കിൽ 0.1 സെൻറ്റിമീറ്റർ റെസൊല്യൂഷനുള്ള ഈ മീറ്റർ റോഡ് വെച്ചിട്ട് ഞാൻ ഈ റോഡിനെ മെഷർ ചെയ്യണം. അപ്പോൾ എനിക്ക് വന്നത് 3.75 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ഏതാ ഇതുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്? ഇതാണ്. ഈ ഒരു മെഷേർഡ് വാല്യൂ ആണ് ഇതുമായിട്ട് ക്ലോസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ സ്കെയിൽ വെച്ച്, സെക്കൻഡ് സ്കെയിൽ വെച്ച് മെഷർ ചെയ്ത വാല്യൂ എന്ന് പറയുന്നത് മോർ ആക്യുറേറ്റ് ദാൻ ഏതാ? ഫസ്റ്റ് സ്കെയിലുമായിട്ട് മെഷർ ചെയ്ത വാല്യൂ ആണല്ലോ. ഇനി പ്രിസിഷൻ ഏതാ? നമ്മൾ ഏതാ റെസൊല്യൂഷൻ കൂടുതൽ? ഇതിനല്ലേ റെസൊല്യൂഷൻ കൂടുതലുള്ളത്? 0.01. ഈച്ച് ഡിവിഷൻ എന്ന് പറയുന്നത് 0.01 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ ഈച്ച് ഡിവിഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 0.1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെയാണ് റെസൊല്യൂഷൻ കൂടുതലുള്ളത്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെയാണ് പ്രിസിഷൻ കൂടുതലുള്ളത്. ഓക്കെ, ഫസ്റ്റ് സ്കെയിലിനാണ് പ്രിസിഷൻ കൂടുതൽ, പക്ഷേ ആക്യുറസി കൂടുതൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏത് വെച്ചിട്ട്? ആ സെക്കൻഡ് സ്കെയിൽ വെച്ച് മെഷർ ചെയ്തപ്പോഴാണ് ആക്യുറസി കൂടുതൽ കിട്ടിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആക്യുറസി എന്ന് പറയുന്നത് എന്താ? ട്രൂ വാല്യൂവുമായിട്ട് നമ്മുടെ മെഷേർഡ് വാല്യൂ എത്രത്തോളം ക്ലോസ് ആണെന്നുള്ള മെഷറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആക്യുറസി എന്ന് പറയുന്നത്. പ്രിസിഷൻ എന്ന് പറയുന്നത് ഏതാ? നമ്മൾ ഏത് ലിമിറ്റ് അല്ലെങ്കിൽ ഏത് റെസൊല്യൂഷനുള്ള ഡിവൈസ് വെച്ചിട്ടാണ് നമ്മുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീനെ മെഷർ ചെയ്യുന്നത്. അതാണ് എന്ത്? പ്രിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ പ്രിസിഷൻ മനസ്സിലായല്ലോ. അപ്പം ഇതിന് ഫസ്റ്റിന് പ്രിസിഷൻ കൂടുതലാണ്, പക്ഷേ ആക്യുറസി കൂടുതൽ ഏതിനാണ്? സെക്കൻഡിനാണ് ആക്യുറസി കൂടുതൽ. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക് എറേഴ്സ് എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ മെഷേർഡ് വാല്യൂ അല്ലെങ്കിൽ നമുക്കൊരു ക്വാണ്ടിറ്റീനെ നമ്മൾ മെഷർ ചെയ്തു. ആ മെഷേർഡ് വാല്യൂവിൻ്റെ അകത്തുള്ള ഒരു അൺസർട്ടേണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? എറേഴ്സ് എന്ന് പറയുന്നത്. So errors is the uncertainty in the measured value. മെഷേർഡ് വാല്യൂവിലുണ്ടാകുന്ന അൺസർട്ടേണിറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? എറേഴ്സ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തോ കാരണം നമ്മുടെ ട്രൂ വാല്യൂവുമായിട്ട് എന്തോ ഒരു വ്യത്യാസം, ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എറേഴ്സിനെ നമ്മൾ രണ്ടായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഒന്ന് സിസ്റ്റമാറ്റിക് എറേഴ്സ്, രണ്ടാമത്തത് റാൻഡം എറേഴ്സ്. ഓക്കെ, സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയുന്നത്. ഇതൊന്നെങ്കിൽ പോസിറ്റീവ് ഡീവിയേഷൻ ആവാം, അല്ലെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ ആവാം. അതായത് ഒറിജിനൽ വാല്യൂവുമായിട്ട് ഒന്നെങ്കിൽ ഒരിത്തിരി കൂടുതലായിരിക്കാം, അല്ലെങ്കിൽ കുറവായിരിക്കാം. അപ്പോൾ നമുക്കിതിനെ എന്തെന്ന് പറയാം? യൂണി ഡയറക്ഷണൽ അല്ലെങ്കിൽ വൺ ഡയറക്ഷണൽ എറേഴ്സിനെയാണ്
നമ്മൾ എന്തെന്ന് പറയണത് വൺ ഡയറക്ഷണൽ എറേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത് സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയണത്. അതായത് ഒന്നെങ്കിൽ ഒരു പോസിറ്റീവ് ഡീവിയേഷൻ ഓർ നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും ഇതിന് ഉണ്ടാവുക. ഓക്കെ, ഇനി ഈ സിസ്റ്റമാറ്റിക് എറേഴ്സ് തന്നെ പല കാരണങ്ങളാണ് ഉണ്ടാവുക. ഓക്കെ, അതിൻ്റെ ബേസിൽ നമ്മൾ വീണ്ടും ഇതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇൻസ്ട്രുമെൻ്റൽ എറർ. ആ പേരിൻ്റെ അകത്ത് തന്നെയുണ്ട്. എന്തായിരിക്കും? ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഇംപെർഫെക്ഷൻസ് കാരണം അല്ലെങ്കിൽ അതിലുള്ള കാലിബ്രേഷൻസിൽ ഉണ്ടാവുന്ന എറേഴ്സ് കാരണം ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻസ്ട്രുമെൻ്റൽ എറർ എന്ന് വെച്ചാൽ എന്താ? ഇംപെർഫെക്റ്റ് ഡിസൈൻ ഓഫ് ദി ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ കാലിബ്രേഷൻസിൽ ഉണ്ടാവുന്ന മിസ്റ്റേക്സ്. ഓക്കെ, അത് കാരണം ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? ഇൻസ്ട്രുമെൻ്റൽ എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇംപെർഫെക്ഷൻ ഇൻ ദി എക്സ്പെരിമെൻ്റൽ ടെക്നിക് ഓർ പ്രൊസീജിയർ. എന്ത്? ഇംപ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പം ഒരു എക്സ്പെരിമെൻ്റ് എന്ന് പറയുമ്പോൾ അതിനൊരു സർട്ടൺ പ്രൊസീജിയർ ഉണ്ടാവും. ഒന്നുകിൽ അതിൻ്റെ ഇടയ്ക്കുള്ള ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ഓർഡർ തെറ്റിച്ച് ചെയ്യുന്നു. അങ്ങനെ പല കാരണങ്ങൾ കണ്ടും നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയറിലുണ്ടാവുന്ന മിസ്റ്റേക്സ് കാരണം ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇംപെർഫെക്ഷൻ ഇൻ ദി എക്സ്പെരിമെൻ്റൽ ടെക്നിക് ഓർ പ്രൊസീജിയർ എറർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ദെൻ തേർഡ് വൺ പേഴ്സണൽ എറർ. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട്. ഒബ്സർവർ, മെഷർ ചെയ്യുന്ന ആൾ ചെയ്യുന്ന മിസ്റ്റേക്സ് കാരണം ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് എന്തെന്ന് പറയണത്? പേഴ്സണൽ എറേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ കെയർലെസ് ആയിട്ട് റീഡ് ചെയ്യുന്നു, മീറ്റർ റീഡിങ് കെയർലെസ് ആയിട്ട് ചെയ്യുന്നു, പ്രൊസീജിയർ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നില്ല, അങ്ങനെ ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? പേഴ്സണൽ എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ എറേഴ്സ് രണ്ടായിട്ട്, സിസ്റ്റമാറ്റിക്, റാൻഡം. ദെൻ സിസ്റ്റമാറ്റിക് എറേഴ്സിനെ 3ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നു. ഇൻസ്ട്രുമെൻ്റൽ, പ്രൊസീജിയർ എറർ, ദെൻ പേഴ്സണൽ എറർ. ഓക്കെ, ഇനി നമുക്ക് ഈ സിസ്റ്റമാറ്റിക് എറേഴ്സിനെ എങ്ങനെ റിസോൾവ് ചെയ്യാം? സിസ്റ്റമാറ്റിക് എറേഴ്സിനെ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? കറക്റ്റായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒബ്സർവേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ, എക്സ്പെരിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ എന്തിനെ ഇവാലുവേറ്റ് ചെയ്യുക? നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കണ്ടീഷൻസ് എല്ലാം നോക്കുക. ഓക്കെ ആണല്ലോ. ദെൻ പ്രൊസീജിയർ കറക്റ്റാണോ നോക്കുക, കറക്റ്റായിട്ടുള്ള പ്രൊസീജിയർ യൂസ് ചെയ്യുക, കറക്റ്റ് ടെക്നിക്സ് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ തേർഡ് വൺ നമ്മുടെ കെയർലെസ്നെസ് നമ്മൾ തന്നെ കുറയ്ക്കുക. ഓക്കെ, നല്ല കെയർഫുള്ളായിട്ട് തന്നെ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുക. സോ ഇതൊക്കെ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ സിസ്റ്റമാറ്റിക് എറേഴ്സിനെ നെഗ്ലക്റ്റ് ചെയ്ത് കളയാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ ഈ സിസ്റ്റമാറ്റിക് എറേഴ്സിനെ അവോയ്ഡ് ചെയ്ത് കിട്ടും. ഇനി നെക്സ്റ്റ് എററാണ് റാൻഡം എറേഴ്സ്. പേരിൻ്റെ അകത്ത് തന്നെയുണ്ട്. റാൻഡമായിട്ട് വരുന്ന എറേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയണത്? റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വോൾട്ടേജിൻ്റെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുക, അല്ലെങ്കിൽ എക്സ്പെരിമെൻ്റൽ സിസ്റ്റത്തിൻ്റെ സറൗണ്ടിങ് കണ്ടീഷൻസിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് എക്സ്പെരിമെൻറ്റിനെ ബാധിക്കുക. സോ ഇങ്ങനെ ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റാൻഡം എറേഴ്സ് എന്ന് പറയണം. സോ റാൻഡം എറേഴ്സ് അവോയ്ഡ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് സെലക്ട് ചെയ്യുക. റിപ്പീറ്റഡ് ആയിട്ട് ഒബ്സർവേഷൻസ് എടുത്തിട്ട് അതിനെ ഇവാലുവേറ്റ് ചെയ്ത് അതിൻ്റെ ഒറിജിനൽ വാല്യൂ അല്ലെങ്കിൽ ട്രൂ വാല്യൂ അല്ലെങ്കിൽ മെഷേർഡ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഇങ്ങനെയാണ് നമ്മൾ റാൻഡം എറേഴ്സിനെ അവോയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇനിയും സിസ്റ്റമാറ്റിക് എറേഴ്സിലും റാൻഡം എറേഴ്സിലും വരുന്ന ഒരു എററാണ് ലീസ്റ്റ് കൗണ്ട് എറർ. സോ ലീസ്റ്റ് കൗണ്ട് എററിനെ നമുക്ക് സിസ്റ്റമാറ്റിക്കും റാൻഡവുമായിട്ട് കൺസിഡർ ചെയ്യാം. രണ്ടിലും ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു എററാണ് ലീസ്റ്റ് കൗണ്ട് എറർ. എന്താണ് ഈ ലീസ്റ്റ് കൗണ്ട്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് എടുക്കുകയാണെങ്കിൽ, നമ്മൾ എന്ത് മെഷർ ചെയ്യാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് എടുത്താൽ അതിന് പറ്റുന്ന ലീസ്റ്റ് കൗണ്ട്, ലീസ്റ്റ് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂ, അതിന് സെൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ വാല്യൂവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് കാരണമുണ്ടാവുന്ന എറേഴ്സ്. ഓക്കെ, നമ്മൾ സെലക്ട് ചെയ്യുന്ന മെഷറിംഗ് ഡിവൈസിൽ ലീസ്റ്റ് കൗണ്ട് ഏതാണോ, അതിൻ്റെ കാലിബ്രേഷൻ, അതിൻ്റെ സ്കെയിലിൽ ഏറ്റവും മിനിമം വാല്യൂ എന്താണോ അത് കാരണം, അല്ലെങ്കിൽ അതിൻ്റെ മിസ്സിങ് കാരണം
ഒക്കെ ഉണ്ടാവുന്ന എറേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ലീസ്റ്റ് കൗണ്ട് എറേഴ്സ് എന്ന് പറയുന്നത്. സോ ഇത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇൻസ്ട്രുമെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്നാൽ ഇൻ ദ സെയിം കേസിൽ തന്നെ നമുക്ക് ഡിവിഷൻസ് റെസൊല്യൂഷൻ നോക്കുവാണെങ്കിൽ ചില സമയത്ത് നമുക്ക് ചില വാല്യൂസിൻ്റെ പർട്ടിക്കുലർ പോയിൻറ്റ്സ് ഒക്കെ മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. സോ അന്നേരം നമുക്ക് റാൻഡം എററായിട്ടും കൺസിഡർ ചെയ്യാം. സോ ഇതിനെ സിസ്റ്റമാറ്റിക് എറേഴ്സായിട്ടും അല്ലെങ്കിൽ റാൻഡം എറേഴ്സായിട്ടും ഇൻക്ലൂഡ് ചെയ്യിക്കാൻ അല്ലെങ്കിൽ കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരു എററാണ് ലീസ്റ്റ് കൗണ്ട് എറേഴ്സ്. ഓക്കെ, സോ ഇത്രയുമാണ് നമുക്കുള്ള എറേഴ്സ് ക്ലാസിഫിക്കേഷൻ. സോ നെക്സ്റ്റ് ടോപ്പിക് നമ്മൾ പറഞ്ഞു, റാൻഡം എറേഴ്സിന് നമ്മൾ സോൾവ് ചെയ്യാനും വേണ്ടി, റാൻഡം എറേഴ്സ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അതിനെ നമുക്ക് കണ്ടുപിടിക്കാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ് എടുത്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. സോ ഈ റിപ്പീറ്റഡ് ഒബ്സർവേഷൻസ് കിട്ടിയിട്ട് ഇനി അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ എററിനെ കണ്ടുപിടിക്കുന്നത്, അതാണ് ഇനി അടുത്ത ടോപ്പിക്. ഓക്കെ, സപ്പോസ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ റിപ്പീറ്റഡ് ഒബ്സർവേഷൻസ് A1, A2, A3 എക്സെട്ര AN, ഇതാണ് നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒബ്സർവേഷൻസ്. ഓക്കെ, നമ്മൾ ചെയ്തിരിക്കുന്ന റിപ്പീറ്റഡ് ഒബ്സർവേഷൻസ് ആണ് ഇത്. ഓക്കെ ആണല്ലോ. സോ ഈ റിപ്പീറ്റഡ് ഒബ്സർവേഷൻസിൽ നിന്ന് ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇതിൻ്റെ മീൻ വാല്യൂസ്. അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, A mean ഈക്വൽ ടു A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് എക്സെട്ര പ്ലസ് AN ഡിവൈഡഡ് ബൈ N. ഓക്കെ ആണല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ എങ്ങനെ എഴുതാം, ഓർ A mean ഈക്വൽ ടു സമ്മേഷൻ I ഈക്വൽ ടു 1 to N AI ഡിവൈഡഡ് ബൈ N. സോ ഇങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, മീൻ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ. സോ ഈ മീൻ വാല്യൂവിൽ നിന്ന് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാം. സോ ഈ ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്, ആബ്സല്യൂട്ട് എററിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡെൽറ്റ എ വെച്ചിട്ടാണ്. ഡെൽറ്റ എ ആണ് നൊട്ടേഷൻ, which is equal to the magnitude of the difference between individual value, magnitude of the difference between individual value and the mean value. ഇതാണ് എന്ത്, നമ്മുടെ ആബ്സല്യൂട്ട് എറർ. സോ ആബ്സല്യൂട്ട് എറർ എന്ന് വെച്ചാൽ എന്താ, ഡെൽറ്റ എ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ ആൻഡ് എ മീൻ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഡെൽറ്റ A1 ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ മോഡുലസ് A1 മൈനസ് എ മീൻ. ഓക്കെ, ദെൻ ഡെൽറ്റ A2 ഈക്വൽ ടു A2 മൈനസ് എ മീൻ എക്സെട്ര അപ് ടു എവിടെ വരെ പോവും, ഡെൽറ്റ AN ഈക്വൽ ടു മോഡുലസ് ഓഫ് AN മൈനസ് എ മീൻ. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിൽ നിന്ന് ആബ്സല്യൂട്ട് മീൻ എറർ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ മീൻ ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുക. മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് എന്തായിരിക്കും, മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ആബ്സല്യൂട്ട് എററിൻ്റെ മീനിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. സോ മീൻ ആബ്സല്യൂട്ട് എററിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡെൽറ്റ എ മീൻ എന്ന് പറഞ്ഞിട്ടാണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും, ഇതിൻ്റെ എല്ലാം സമ്മ ഡിവൈഡഡ് ബൈ N. സോ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഡെൽറ്റ A1 പ്ലസ് ഡെൽറ്റ A2 പ്ലസ് ഡെൽറ്റ A3 പ്ലസ് എക്സെട്ര ഡെൽറ്റ AN ഡിവൈഡഡ് ബൈ N. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, സമ്മേഷൻ I ഈക്വൽ ടു 1 to N ഡെൽറ്റ AI ഡിവൈഡഡ് ബൈ N. സോ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, മീൻ ആബ്സല്യൂട്ട് എറർ. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, റിപ്പീറ്റഡ് ഒബ്സർവേഷൻസ് എടുക്കുക. സോ റിപ്പീറ്റഡ് ഒബ്സർവേഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ മീൻ കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ മീൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആബ്സല്യൂട്ട് എററാണ്. ഈ ആബ്സല്യൂട്ട് എററിനെ നൊട്ടേറ്റ് ചെയ്യുന്ന ഡെൽറ്റ എ വിച്ച് ഈസ് ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസ് ആൻഡ് മീൻ വാല്യൂ. ഓക്കെ, സോ അത്
ആബ്സല്യൂട്ട് എറർ കിട്ടി. ദെൻ ആബ്സല്യൂട്ട് എറർ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മീൻ ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കാം. ഓക്കെ, മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് എന്താ? ആബ്സല്യൂട്ട് എററിൻ്റെ മീൻ വാല്യൂ. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ. ഇനി റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് which is equal to the ratio of the mean absolute error to the mean value. Okay, relative error എന്ന് പറയുന്നത് എന്താ? It is the ratio between mean absolute error to the mean error. ഓക്കെ ആണല്ലോ. ദെൻ ഡെൽറ്റ എങ്ങനെ എഴുതാൻ പറ്റും? റിലേറ്റീവ് എറർ ഈക്വൽ ടു ഡെൽറ്റ എ മീൻ ഡിവൈഡഡ് ബൈ എ മീൻ. ഓക്കെ, ഇനി ഈ റിലേറ്റീവ് എററിനെ പേഴ്സൻറ്റേജ് ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പേഴ്സൻറ്റേജ് എറർ എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പേഴ്സൻറ്റേജ് എറർ എന്ന് പറയുന്നത് എന്താ? റിലേറ്റീവ് എറർ, അതായത് ഡെൽറ്റ എ മീൻ ഡിവൈഡഡ് ബൈ എ മീൻ, ഇതിനെ പേഴ്സൻറ്റേജ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം ഇൻറ്റു 100. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? പെർസെൻറ്റേജ് എറർ ഡെൽറ്റ ഇ. സോ ഇതിനാണ് പെർസെൻറ്റേജ് എറർ. ഓക്കെ ആണല്ലോ. സോ സ്റ്റെപ്പ് ഒന്നുകൂടെ ഓർക്കുക. റിപ്പീറ്റഡ് ഒബ്സർവേഷൻസ് എഴുതുക. റിപ്പീറ്റഡ് ഒബ്സർവേഷൻസിൽ നിന്ന് മീൻ വാല്യൂ കണ്ടുപിടിക്കുക. ദെൻ മീൻ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആബ്സല്യൂട്ട് എറർ. ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡിവിജ്വൽ വാല്യൂ മൈനസ് മീൻ വാല്യൂ. Okay, so magnitude of individual value minus mean value. Then absolute error കണ്ടുപിടിച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മീൻ ആബ്സല്യൂട്ട് എററിനെ കണ്ടുപിടിക്കുക. മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ എന്താ? ആബ്സല്യൂട്ട് എറേഴ്സിൻ്റെ മീൻ. സോ ആബ്സല്യൂട്ട് എറേഴ്സിൻ്റെ മീൻ കണ്ടുപിടിച്ചു. ദെൻ എന്ത് ചെയ്യുക? റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഡെൽറ്റ എ മീൻ ടു ദി എ മീൻ. എ മീനും ഡെൽറ്റ എ മീൻ. ഡെൽറ്റ എ മീൻ എന്ന് പറയുന്നത് മീൻ ആബ്സല്യൂട്ട് എറർ ടു മീൻ വാല്യൂ. ദെൻ ഈ ഒരു വാല്യൂവിനെ പെർസെൻറ്റേജിൽ റെപ്രസെൻറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് എറർ കിട്ടും. സോ ഇങ്ങനെയാണ് നമുക്ക് എററിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. ഓക്കെ ആണല്ലോ. സോ നമുക്കിനി ഒരു പ്രോബ്ലം നോക്കാം. Question: we measure the period of oscillation of a simple pendulum as 2.63 second, 2.56 second, 2.42 second, 2.71 second and 2.80 second. Okay, calculate the absolute error, relative error and percentage error. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂസ് അല്ലെങ്കിൽ റിപ്പീറ്റഡ് വാല്യൂസ് തന്നിട്ടുണ്ട്. റിപ്പീറ്റഡ് ഒബ്സർവേഷൻസ് A1 equal to 2.63 second. Okay, A2 equal to 2.56 second. Then A3 equal to 2.42 second. Then A4 equal to 2.71 second. And A5 equal to 2.80 second. ഓക്കെ, ഇതാണ് നമ്മുടെ റിപ്പീറ്റഡ് ഒബ്സർവേഷൻസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താ? മീൻ വാല്യൂ കണ്ടുപിടിക്കുക. എങ്ങനെയാണ് നമ്മൾ മീൻ വാല്യൂ കണ്ടുപിടിക്കുക? സോ എ മീൻ ഈക്വൽ ടു എങ്ങനെ എഴുതാൻ പറ്റും? A1 പ്ലസ് A2 പ്ലസ് A3 പ്ലസ് A5 ഡിവൈഡഡ് ബൈ 5 ആണല്ലോ. സോ A1ന് പകരം 2.63 പ്ലസ് 2.56 plus 2.42 plus 2.71 plus 2.80 divided by 5. എത്ര കിട്ടും? So which is equal to 2.62 seconds എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി നെക്സ്റ്റ് എന്താ? എ മീൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ആബ്സല്യൂട്ട് എറർ. അതാണ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, ആബ്സല്യൂട്ട് എറർ എന്ന് വെച്ചാൽ എന്താ? ആബ്സല്യൂട്ട് എറർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ
ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻസ് ആൻഡ് മീൻ വാല്യൂ ആണല്ലോ. സോ ഞാൻ ഡെൽറ്റ എ വൺ എന്ന് പറയുന്നത് ഓക്കെ, ഡെൽറ്റ എ വൺ ഈക്വൽ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻഡിവിജ്വൽ വാല്യൂ എത്രയായിരുന്നു? എ വൺ മൈനസ് എ മീൻ. എ വൺ എന്ന് പറയുന്നത് 2.63 മൈനസ് 2.62. ഓക്കെ, ദെൻ ഡെൽറ്റ എ ടു എന്ന് പറയുന്നത് 2.56 മൈനസ് 2.62. ദെൻ ഡെൽറ്റ എ ത്രീ 2.42 minus 2.62. Then A4 2.71 minus 2.62. Then A5 2.80 minus 2.62. So calculate ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2.63 minus 2.62 എന്ത് വരും? 0.01 ആണല്ലോ. ദെൻ ഇവിടെ 0.01. നെക്സ്റ്റ് എന്ത് വരും? 0.14. ദെൻ 0.20. ദെൻ നെക്സ്റ്റ് 0.09 എന്ന് കിട്ടും. ദെൻ നെക്സ്റ്റ് 0.18 എന്ന് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? മീൻ ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. മീൻ ആബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് എന്താ? നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്നത് ഡെൽറ്റ എ മീൻ ആണല്ലോ. ഡെൽറ്റ എ മീൻ ഈക്വൽ ടു ഈ ആബ്സല്യൂട്ട് എററിൻ്റെ മീൻ. സോ ആബ്സല്യൂട്ട് എററിൻ്റെ മീൻ നമുക്ക് എന്ത് കിട്ടും? 0.01 പ്ലസ് 0.14 പ്ലസ് 0.20 പ്ലസ് 0.09 പ്ലസ് 0.18 ഡിവൈഡഡ് ബൈ 5 എന്ത് വരും? 0.11 സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? റിലേറ്റീവ് എറർ. റിലേറ്റീവ് എറർ എന്ന് വെച്ചാൽ എത്രയാണ്? റിലേറ്റീവ് എറർ ഈക്വൽ ടു എന്തായിരുന്നു? റിലേറ്റീവ് എറർ ഈക്വൽ ടു എന്താ? ഡെൽറ്റ എ മീൻ ഡിവൈഡഡ് ബൈ എ മീൻ ആണല്ലോ. സോ ഡെൽറ്റ എ മീൻ നമുക്ക് എന്താ കിട്ടിയേ? 0.11 സെക്കൻഡ് ഡിവൈഡഡ് ബൈ എ മീൻ. എ മീൻ നമുക്ക് എത്ര കിട്ടിയേ? 2.62. ഓക്കെ, സോ 0.11 ഡിവൈഡഡ് ബൈ 2.62 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 0.041 എന്ന് പറഞ്ഞിട്ട് കിട്ടും. ഓക്കെ, യൂണിറ്റ് എന്താണ്? സെക്കൻഡാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പെർസെൻറ്റേജ് എറർ. സോ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് എത്രയാണ്? പെർസെൻറ്റേജ് എററിനെ നമ്മൾ നൊട്ടേറ്റ് ചെയ്യുന്ന ഡെൽറ്റ എ എന്നാണ്, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ്? റിലേറ്റീവ് എററിനെ പെർസെൻറ്റേജ് റെപ്രസെൻറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് എറർ കിട്ടും. സോ റിലേറ്റീവ് എറർ നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.041 സെക്കൻഡാണ്. ഇൻറ്റു പെർസെൻറ്റേജിലേക്ക് ആക്കാനും വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ നമുക്ക് എന്ത് കിട്ടും? 4.1. അല്ലെങ്കിൽ നമുക്കിതിനെ എങ്ങനെ എഴുതാം? ഈക്വൽ ടു 4%. ഓക്കെ, ഇതാണ് എന്താ? പെർസെൻറ്റേജ് എറർ. ഓക്കെ, തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ നിന്ന് റിപ്പീറ്റഡ് ഒബ്സർവേഷൻസ് എടുക്കുക, അതിൻ്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കുക, ദെൻ ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുക, ദെൻ മീൻ ആബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുക, ദെൻ റിലേറ്റീവ് എറർ ഡെൽറ്റ എ മീൻ ഡിവൈഡഡ് ബൈ എ മീൻ, ദെൻ അതിനെ പെർസെൻറ്റേജിൽ റെപ്രസെൻറ്റ് ചെയ്യാം. സോ നമുക്ക് എന്ത് കിട്ടും? പെർസെൻറ്റേജ് എറർ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മുടെ എറർ കാൽക്കുലേഷൻ്റെ സ്റ്റെപ്സ്. ഓക്കെ, സോ നെക്സ്റ്റ് ടോപ്പിക്കുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇഷ്ടമായ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.